തീരാ ദുരൂഹതയെ തുടരുകയാണ് ജസ്ന തിരോധാനം. ജസ്ന തിരോധാനത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതി ഈ മാസം 23-ന് വിധി പറയും. CBI അന്വേഷണത്തിലെ കാര്യക്ഷമത ചോദ്യം ചെയ്ത് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫാണ് ഹർജി നൽകിയത്. വീട്ടിൽ നിന്ന് തെളിവുകൾ കണ്ടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ CBI ചോദ്യം ചെയ്തില്ലെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. സാധ്യമായ എല്ലാ അന്വേഷണവും നടത്തിയെന്നാണ് CBIയുടെ വാദം. CBI അന്വേഷണത്തിൽ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയും സംശയങ്ങൾ നിരത്തിയുമാണ് ജസ്നയുടെ പിതാവിന്റെ ഹർജി. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നും സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് വിവരം നൽകിയിട്ടും ആ ദിശയിൽ അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ പറയുന്നു. ജസ്നയുടെ രക്തക്കറയുള്ള വസ്ത്രങ്ങൾ ക്രൈംബ്രാഞ്ച് CBIക്ക് കൈമാറിയിരുന്നുവെന്ന പിതാവിന്റെ മൊഴിയിൽ വ്യക്തത വരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ CBI ഇൻസ്പെക്ടർ നിപുൽ ശങ്കർ കോടതിയിൽ ഇന്ന് നേരിട്ട് ഹാജരായി. രക്തം പുരണ്ട വസ്ത്രം കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും ജസ്ന ഗർഭിണിയല്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചു. അതേസമയം കേസിൽ ചില പ്രധാന വിവരങ്ങളിൽ CBI അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് ജസ്നയുടെ പിതാവ് കോടതിയിൽ ആവർത്തിച്ചു. ഇവർ ചിന്തിക്കാത്ത പോയിന്റിലേക്ക് ഞങ്ങളെത്തി. ഞാൻ സ്വയമേ കോടതി അനുവാദത്തോടുകൂടി ബാംഗ്ലൂർ പോയി പോളിഗ്രാഫിനും ബ്രെയിൻ മാപ്പിനും തയ്യാറായി. അപ്പോൾ ആ കൂടെ പഠിച്ച സഹപാഠി പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ തെറ്റുകാരനല്ല. അതല്ലാതെ ഒരു സുഹൃത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പോയിന്റ് ചെയ്യുന്നത്. കേസിൽ എല്ലാവരുടെയും മൊഴിയെടുത്തുവെന്ന് CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ മറുപടി നൽകി. ഹർജിയിൽ ഈ മാസം 23-ന് തിരുവനന്തപുരം CJM കോടതി വിധി പറയും. 24 തിരുവനന്തപുരം.